പക്ഷേ ഇന്നിപ്പോൾ ഈ ഗവർണർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഗവർണറായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. രണ്ടുപേരും കൂടിക്കാഴ്ച നടത്താറുണ്ട്. ഇപ്പം ഇന്നത്തെ കാര്യം വ്യക്തമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്, അതിനകത്ത് അസ്വാഭാവികതകളൊന്നുമില്ല. അത് നമ്മുടെ ഭരണനിർവഹണ പ്രക്രിയയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. കൂടിക്കാഴ്ചകളാകാം, സംഭാഷണങ്ങളാകാം, അതെല്ലാം ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചർച്ചകൾ ഭരണനിർവഹണത്തിൽ ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്, ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. രണ്ടു കൂട്ടരും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഭരണഘടനാപരമായിട്ട് ചുമതലയുള്ള ഓരോരുത്തരും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുക എന്നതാണ് നാട് ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഭാഗം. അത് ഓരോ ഭരണവകുപ്പാണ് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. എന്തായാലും നിയമം നിലനിൽക്കുന്നു, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഭാഗം തന്നെ. നിയമത്തിനകത്ത് ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ, അതോ മറ്റു പ്രവർത്തനങ്ങളാണ് വേണ്ടത്? അത് ഓരോ നിയമത്തെ സംബന്ധിച്ചും അത്തരമൊരു പരിശോധന, അതിൻ്റെ പ്രയോഗ അനുഭവങ്ങൾ നടത്തേണ്ടതുണ്ട്. പശ്ചാത്തലത്തിൽ ഭരണവകുപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവർ നടത്തുമ്പോൾ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ ആവശ്യമാണെങ്കിൽ നിയമവകുപ്പ് നൽകുകയും ചെയ്യും. നിയമ ഭേദഗതിയിലേക്ക് പോകേണ്ടത് അനിവാര്യമെന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഓരോ നിയമവും പ്രയോഗിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ. അപ്പോൾ നിയമത്തിലുണ്ട്, പ്രയോഗത്തിൽ അങ്ങനെയല്ല, വേണ്ടത്ര ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ചില നിയമങ്ങളാണെങ്കിൽ ദുരുപയോഗപ്പെടുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെ പുതിയ പ്രശ്നപ്പെട്ട വകുപ്പ് തന്നെ അത് പരിശോധിക്കും. അപ്പോൾ അതിനകത്ത് മാറ്റം വേണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അത് നിയമവകുപ്പിൻ്റെ മുൻപിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിയമവകുപ്പ് നൽകുകയും ചെയ്യും.